അപ്പം ബ്രാഞ്ച് അക്കൗണ്ട് മെയിനായിട്ട് രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചും ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചും ഉണ്ട്. ഈ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൽ ഒരു 4 അക്കൗണ്ട് സിസ്റ്റങ്ങളുണ്ട്. അതായത് ഡെപ്റ്റേഴ്സ് സിസ്റ്റം, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം, ഫൈനൽ അഡ്ജസ്റ്റ്മെൻറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ ഹോൾസെയിൽ സിസ്റ്റം. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഡെപ്റ്റേഴ്സ് സിസ്റ്റമാണ്. ക്വസ്റ്റ്യനിൽ സിമ്പിളായിട്ട് വരൽ ഡെപ്റ്റേഴ്സ് സിസ്റ്റം ആയിരിക്കും. സോ നമുക്ക് ഡെപ്റ്റേഴ്സ് സിസ്റ്റമാണ് ഫോക്കസ് ചെയ്യാനുള്ളത്. അതിൽ തന്നെ ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിൽ തന്നെ 3 രീതികളുണ്ട് ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ. മെയിനായിട്ട് 2 രീതികളുള്ളത്. ഒന്ന് കോസ്റ്റ് പ്രൈസിന് ഗുഡ്സ് സെൻഡ് ചെയ്തതും അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസിന് ഗുഡ്സ് സെൻഡ് ചെയ്തതും. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു കോസ്റ്റ് പ്രൈസിന് സെല്ല് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പാനയ്ക്ക് 10 രൂപയാണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ കോസ്റ്റ് 10 രൂപയാണ്. അപ്പോൾ ഈ 10 രൂപയ്ക്ക് തന്നെ ഹെഡ് ഓഫീസ് അതിൻ്റെ ബ്രാഞ്ചിന് കൊടുക്കുന്നു. 10 രൂപയ്ക്ക് ഈ ഒരു പേന അതിൻ്റെ ബ്രാഞ്ചിന് 10 രൂപയ്ക്ക് തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് അതിനെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയല്. നേരെ മറിച്ച് ഇൻവോയ്സ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്ലസ് ഒരു നിശ്ചിത പെർസെൻറ്റേജ്, കോസ്റ്റ് പ്ലസ് എ പെർസെൻറ്റേജ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 രൂപേൻ്റെ ഈ പേന ഹെഡ് ഓഫീസ് അതിൻ്റെ ബ്രാഞ്ചായ മറ്റ് കൺട്രികളിൽ വർക്ക് ചെയ്യുന്ന അതിൻ്റെ ബ്രാഞ്ചിന് 10 രൂപക്ക് കൊടുക്കുന്നതിന് പകരം 11 രൂപക്കോ 12 രൂപക്കോ 15 രൂപക്കോ കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയില്ല. അതിന് നമ്മൾ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് അല്ലെങ്കിൽ ലോഡഡ് പ്രൈസ്, കോസ്റ്റ് പ്ലസ് ഇത്ര പെർസെൻറ്റേജിലാണ് ആ ഗുഡ്സ് സെൻഡ് ചെയ്തത്, അങ്ങനെയൊക്കെയാണ് പറയല്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാനുള്ളത് കോസ്റ്റ് പ്രൈസിനെ സെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ് അറ്റ് സെല്ലിംഗ് പ്രൈസ് എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത് കോസ്റ്റ് പ്രൈസിനല്ല. നേരെ മറിച്ച് അങ്ങനെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് മാത്രം കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അത് കോസ്റ്റ് പ്രൈസിനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കോസ്റ്റ് പ്രൈസിന് സെല്ല് ചെയ്യുമ്പം അവിടെ 2 തരത്തിലുള്ള സെല്ലിംഗ് ഉണ്ട്. ഒന്ന് ക്യാഷ് സെയിൽസ് മാത്രം, അതായത് ക്യാഷിന് മാത്രം സെയിൽ നടത്തുക. അത് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് സാധനം വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പം ക്യാഷിന് മാത്രമേ ഗുഡ്സ് സെൻഡ് ചെയ്യുള്ളൂ, ക്രെഡിറ്റ് ആയിട്ട് അല്ലെങ്കിൽ കടായിട്ട് എന്ത് ചെയ്യില്ല, ഗുഡ്സ് സെൻഡ് ചെയ്യില്ല. അങ്ങനെ 2 രീതികളുണ്ട്. അപ്പോൾ ക്യാഷിനെ സെൻഡ് ചെയ്യുന്നതും ക്രെഡിറ്റ് ആയിട്ട് സെൻഡ് ചെയ്യുന്നതും അങ്ങനെ 2 രീതികളാണ് കോസ്റ്റ് പ്രൈസിൽ ഡെപ്റ്റേഴ്സ് സിസ്റ്റം ഹെഡ് ഓഫീസ് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോഴുള്ള രീതിയുള്ളത്. അതായത് കോസ്റ്റ് പ്രൈസിൽ 2 രീതികളുണ്ട്. ഒന്ന് ക്യാഷിന് സെല്ല് ചെയ്യുന്നതും ഒന്ന് ക്രെഡിറ്റിന് സെല്ല് ചെയ്യുന്നതും. പിന്നെ ഈ ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിലുള്ള അടുത്ത രീതി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിന് സെല്ല് ചെയ്യുന്നതല്ല, അതിന് പകരം ഇൻവോയ്സ് പ്രൈസിന് സെല്ല് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം കോസ്റ്റ് പ്രൈസിന് സെല്ല് ചെയ്യുന്ന ഒന്നാമത്തെ രീതിയായ ക്യാഷ് സെയിൽസിൻ്റെ നോക്കാം. ക്വസ്റ്റ്യൻ എടുക്കും. ക്വസ്റ്റ്യനിലുണ്ടാവും ബാലൻസ് പീഡിയ, അതായത് ഓപ്പണിംഗ് ബാലൻസുകൾ ഉണ്ടാവും ക്വസ്റ്റ്യനിൽ. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, 1/1/2019, 1 ജനുവരി 2018, 2019, 2020 അങ്ങനെയൊക്കെ ക്വസ്റ്റ്യനിൽ ഒരുപാട് ഡേറ്റുകൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഡേറ്റ് ഉണ്ടാവും. ഇപ്പം സ്റ്റോക്ക് ഓൺ 1 ജനുവരി 2019 എന്ന് ഇറങ്ങാണ്ട് ഒരു എമൗണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ് ഓൺ 1 ജനുവരി 2019 എന്ന് ഇറങ്ങാണ്ട് ഒരു എമൗണ്ട് ഉണ്ടാവും. അപ്പം 1 ജനുവരി ഇന്ന ഇയർ എന്ന് പറഞ്ഞ് കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്താ, അത് ഓപ്പണിംഗ് ബാലൻസ് ആണ് എന്നാണ്. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടാകും സ്റ്റോക്ക് 1/1/2019 സ്റ്റോക്കിൻ്റെ എമൗണ്ട് എത്ര, ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് എത്ര, പെറ്റി ക്യാഷിൻ്റെ എമൗണ്ട് എത്ര, അതൊക്കെ ക്വസ്റ്റ്യനിൽ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, തന്നിട്ടുണ്ടാവും. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, അതൊക്കെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓക്കെ. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്യാഷിന് സെയിൽ ചെയ്യുന്നത് മാത്രം കേട്ടോ. അതായത് ക്വസ്റ്റ്യനിൽ ഒരിക്കലും ക്രെഡിറ്റ് സെയിൽ എന്ന് ഉണ്ടാവില്ല. ക്വസ്റ്റ്യനിൽ ക്യാഷ് സെയിൽസ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരും അക്കൗണ്ടിൽ. ഇപ്പോൾ ക്യാഷിന് സെയിൽ ചെയ്യുന്നത് മാത്രമാണ് പറയുന്നത്. പിന്നെ ക്യാഷിന് സെയിൽ ചെയ്യുമ്പോഴുള്ള ഒരു ക്വസ്റ്റ്യനിലുണ്ടാവും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ടാവും. അതായത് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് സെൻഡ് ചെയ്തു, നേരെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവും ആ എമൗണ്ട് ചെയ്താൽ. പിന്നെ നിങ്ങൾക്ക് ഉണ്ടായാൽ എക്സ്പെൻസസ് റെമിറ്റഡ് ബൈ ഹെഡ് ഓഫീസ്, അതായത് എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്തത് ഹെഡ് ഓഫീസാണെന്ന്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളത് നമ്മൾ മുന്നേ പഠിച്ചു. എല്ലാ എക്സ്പെൻസസും എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യൽ ഹെഡ് ഓഫീസാണ്. അപ്പോൾ എക്സ്പെൻസസ് മെറ്റ് ബൈ അല്ലെങ്കിൽ ക്യാഷ് പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ് എന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് എന്ന് പറഞ്ഞിട്ടാണ് ആ എമൗണ്ട് എഴുതേണ്ടത്. ഓക്കെ. അതായത് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പം അതിൻ്റെ ബ്രാക്കറ്റിൽ എക്സ്പെൻസസ് ഉണ്ട്. ചിലപ്പം ആ എക്സ്പെൻസിൽ റെൻ്റ് ഉണ്ടാവും, സാലറി കൊടുത്തതുണ്ടാവും, പെറ്റി ക്യാഷ് കൊടുത്തതുണ്ടാവും. ഇതൊക്കെ കൊടുക്കേണ്ട ആരാണ്, ബൈ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നേരെ ഉണ്ടാവും എന്ത്, എക്സ്പെൻസസ് മെറ്റ് ബൈ അല്ലെങ്കിൽ എക്സ്പെൻസസ് റെമിറ്റഡ് ബൈ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയി തന്നിട്ടുണ്ടാവും. അപ്പോൾ ക്യാഷ് എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ ആ എമൗണ്ട് ചെയ്താൽ. ചില സമയങ്ങളിൽ ക്യാഷ് ഓർ ചെക്ക് റെമിറ്റഡ് ബൈ ഹെഡ് ഓഫീസ് എന്ന് എഴുതിക്കാണ്ട് അതിൻ്റെ താഴെ എന്തൊക്കെയാണ് എക്സ്പെൻസസുകൾ എന്നുണ്ടാവും. അപ്പോൾ ആ എക്സ്പെൻസസുകൾ എഴുതുക. ഓക്കെ ആണോ. ഒറ്റൊരു എമൗണ്ട് ആയിക്കാണ്ട് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നേരെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. അതല്ല ക്യാഷ് ഓർ ചെക്ക് റെമിറ്റഡ് ബൈ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞാണ്ട് അതിൻ്റെ അടിയിൽ
സാലറി, റെൻറ്റ്, അങ്ങനെ ഓരോ എക്സ്പെൻസിനാണ് ക്യാഷ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാകും ക്വസ്റ്റ്യനിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ക്യാഷ്, റെൻറ്റ്, സാലറി ആ എമൗണ്ടുകൾ എടുത്തുകൊണ്ട് ഓരോ എമൗണ്ട് ആക്കിയാണ്ട് എഴുതുക. ഓക്കെ. അടുത്തത് ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് അവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത ക്രെഡിറ്റ് സൈഡിലുള്ള ഒരു ഐറ്റത്തിലേക്ക് പോകാം. അതായത് ഇവിടെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നുണ്ടാവും. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഓഫീസ് അതിൻ്റെ ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്യാണ്. ഇപ്പോൾ എ എന്ന് പറഞ്ഞ ഹെഡ് ഓഫീസ്, ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറയല്. ചില സമയങ്ങളിൽ ഈ ബി എന്ന് പറഞ്ഞ ബ്രാഞ്ച് തിരിച്ച് എക്ക് തന്നെ എന്ത് ചെയ്യും, ആ സെൻഡ് ചെയ്ത ഗുഡ്സ് തിരിച്ചയക്കും, റിട്ടേൺസ്. അതിനാണ് നമ്മൾ എന്ത് പറയല്, ഗുഡ്സ് റിട്ടേൺ ചെയ്യാന്ന് പറയല്. അങ്ങനെ ഒരു എൻട്രി നമ്മുടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നമ്മളെ ക്വസ്റ്റ്യൻ ഉണ്ടാവും നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് എന്നുണ്ടാവും. അപ്പോൾ ബി എന്ന് പറഞ്ഞ ആ ബ്രാഞ്ച് എ എന്ന് പറഞ്ഞ ഹെഡ് ഓഫീസിലേക്കാണ് സാധനം സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എന്താ പറയല്, ഗുഡ്സ് സെൻഡ് ചെയ്യാന്ന് പറയല്. സോ ബ്രാഞ്ച്, അതായത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇതാ. നേരെ മറിച്ച് ഗുഡ്സ് സെൻഡ് ബൈ ബ്രാഞ്ച് എന്നുണ്ടാവും, അല്ലെങ്കിൽ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് എന്നുണ്ടാവും. ബ്രാഞ്ച് ഗുഡ്സ് റിട്ടേൺ ചെയ്തു, അങ്ങനത്തെ ഒരു എൻട്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് തന്നെ എഴുതിക്കാണ്ട് ബ്രാക്കറ്റിൽ റിട്ടേൺസ് എന്ന് കൊടുക്കുക. ഈ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഐറ്റത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന രൂപം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നല്ല ഉണ്ടാവില്ല, ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് എന്ന് എഴുതാം. പക്ഷേ നമ്മളിവിടെ എഴുതേണ്ടത് എങ്ങനെയാണ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് എഴുതിക്കാണ്ട് ബ്രാക്കറ്റിൽ റിട്ടേൺസ് എന്ന് എഴുതാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ് ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ ഉണ്ടാവും അല്ലേ. 1 ജനുവരി 2019 ഇറങ്ങാണ്ട് സ്റ്റോക്ക് ഉണ്ടാവും, ഡെപ്റ്റേഴ്സ് ഉണ്ടാവും, പെറ്റി ക്യാഷ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവുന്നില്ല. ക്വസ്റ്റ്യനിൽ ഇതിലേതെങ്കിലുമൊക്കെ 2-3 ഐറ്റംസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്നോ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് എന്നോ ഉണ്ടാവും ചിലപ്പോൾ. അതായത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഓൺ 1 ജനുവരി 2019 അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഓപ്പണിംഗ് ബാലൻസിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എവിടെ കൊണ്ടുപോയിടണം, ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. കണ്ട, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ബ്രാക്കറ്റിൽ ഓപ്പണിംഗ് ബാലൻസ്. സാധാരണ ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ നമ്മളെവിടെ എഴുതല്, ഫസ്റ്റിൽ ഇവിടെ എഴുതല്. പക്ഷേ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 1 ജനുവരി 2019 എന്നാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് ചെയ്താൽ. അതുപോലെ തന്നെ ഈ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിന് എക്സ്പെൻസിന് എന്തുണ്ടാവും, ക്ലോസിംഗ് ബാലൻസും ഉണ്ടാവും. ഓക്കെ, പറഞ്ഞുതരാം. അതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ പിന്നെ ഉണ്ടാകുന്ന ഐറ്റം ക്യാഷ് സെയിൽസ് നയിക്കണം. നമ്മൾ പറഞ്ഞു ഇവിടെ ക്രെഡിറ്റ് സെയിൽ നമ്മൾ പരിഗണിക്കുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റ് സെയിൽ എന്നോ ഡിസ്കൗണ്ട് അലൗഡ് എന്നോ അല്ലെങ്കിൽ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ഡെപ്റ്റേഴ്സ് ഓർ കസ്റ്റമേഴ്സ് എന്നോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് തന്നിട്ടുണ്ടെന്ന് നോക്കുക. ക്രെഡിറ്റ് സെയിൽ, ഗുഡ്സ് റിട്ടേൺഡ് ബൈ ഡെപ്റ്റേഴ്സ്, ഡിസ്കൗണ്ട് അലൗഡ്, ബിൽസ് റിസീവ്ഡ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ക്വസ്റ്റ്യനിൽ ഇല്ല എന്നുണ്ടെങ്കിലുള്ള കാര്യമായിട്ടാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് സെയിൽസ് എന്ന് മാത്രം ഉണ്ടാവും ക്വസ്റ്റ്യനിൽ. അത് നേരെ എഴുതിക്കാണ്ട് ഔട്ടർ കോളത്തിൽ ക്യാഷ് സെയിൽസ് അറിയാണ്ട് എമൗണ്ട് ചെയ്താൽ, അപ്പം ഈ ഇവിടെ ഒരു റൗണ്ട് ഇട്ടിക്കണം ഒരു എമൗണ്ട്, അതിപ്പോൾ വരില്ല. കാരണം നമുക്ക് ക്രെഡിറ്റ് സെയിലിനല്ല, നമ്മൾ ക്യാഷ് സെയിൽസിന് കോസ്റ്റ് പ്രൈസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്. സോ ക്യാഷ് സെയിൽസ് എന്ന് പറയാണ്ട് ഔട്ടർ കോളത്തിൽ നമ്മൾ എമൗണ്ട് എഴുതുന്നു. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ക്ലോസിംഗ് ബാലൻസ് ആണ്. നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ടാവും. ഓക്കെ, അതായത് ബ്രാഞ്ച് സ്റ്റോക്ക് അറ്റ് 31 ഡിസംബർ 2019. ഇവിടെ എന്തേനി, ബ്രാഞ്ച് സ്റ്റോക്ക് അറ്റ് 1 ജനുവരി 2019. അതുപോലെ തന്നെ ഇവിടെ തന്ന ഐറ്റംസിൻ്റെ ഒക്കെ ക്ലോസിംഗ് ബാലൻസ് എവിടെ ഉണ്ടാവും, ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും എന്ത്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് അറ്റ് 31 ഡിസംബർ 2019 എന്ന് പറഞ്ഞാണ്ട് ക്ലോസിംഗ് ബാലൻസ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ആ ഔട്ട്സ്റ്റാൻഡിങ്ങിനെ നമ്മളിവിടെ എഴുതരുത്. സാധാരണ ക്ലോസിംഗ് ബാലൻസുകളൊക്കെ 31/12/2019 അല്ലെങ്കിൽ 2018 2020 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ ഈ ഒരു ലാസ്റ്റിക്കാണ് എഴുതേണ്ടത്. ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ എവിടെയും ക്ലോസിംഗ് ബാലൻസ് ഒക്കെ ഇവിടെ എഴുതില്ലേ അല്ലേ. ഓപ്പണിംഗ് ആദ്യത്താണ്, ക്ലോസിംഗ് ലാസ്റ്റത്താണ്. പക്ഷേ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിൻ്റെ കേസിൽ മാത്രം ഓപ്പണിംഗ് ബാലൻസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എഴുതാതെ അതിനെ നമ്മൾ നേരെ ക്രെഡിറ്റ് സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് എഴുതുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് ബാലൻസിൻ്റെ കൂടെ തന്നിട്ടുണ്ടാവും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിന്. ആ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിനെ നമ്മൾ നേരെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഡെബിറ്റ് സൈഡിലും എഴുതുക. ഇതാണ് ഒരു ക്യാഷ് സെയിൽസ് മാത്രമുള്ള കോസ്റ്റ് പ്രൈസിന്, അതായത് 10 രൂപയ്ക്ക് ഗുഡ്സ് 10 രൂപയ്ക്ക് തന്നെ സെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാണ് കോസ്റ്റ് പ്രൈസ്. ഇൻവോയ്സ് പ്രൈസിനോ ലോഡിംഗ് പ്രൈസിനോ ഒന്നും തരാതെ കോസ്റ്റ് പ്രൈസിന് വിൽക്കുകയാണെന്ന് പറയും. അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് അങ്ങനത്തെ ഒരു സാധനം തരൂല. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ആ ബ്രാഞ്ച് അക്കൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ ക്യാഷ് സെയിൽസ് മാത്രം ഉള്ളൂ എങ്കിൽ, ക്രെഡിറ്റ് സെയിൽസ് എന്ന് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കേണ്ട അക്കൗണ്ടാണ് ഇത്രയും പറഞ്ഞ സാധനങ്ങൾ.
അതിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഓപ്പണിംഗ് ബാലൻസിൻ്റെ താഴെ കണ്ടാൽ അതിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ക്ലോസിംഗ് ബാലൻസിൻ്റെ താഴെ ക്വസ്റ്റനിൽ കണ്ടാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ എഴുതണം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നെറ്റ് പ്രോഫിറ്റ് കാണുക. ഈ പ്രോഫിറ്റാണ് ബ്രാഞ്ച് ഉണ്ടാക്കി അല്ലെങ്കിൽ ബ്രാഞ്ച് ഏൺ ചെയ്ത പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് എങ്ങനെ കാണല്, എവിടെയാണോ കൂടുതലുള്ളത് ആ കൂടുതലുള്ള എമൗണ്ട് രണ്ട് സൈഡിലും എഴുതുക. ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ഫോർ എക്സാമ്പിൾ ഇവിടെ 10 രൂപ ടോട്ടൽ 10 കിട്ടിയായിരിക്കുക, ഇവിടെ ടോട്ടൽ 5 കിട്ടിയത്. അപ്പോൾ 10 കൂടുതൽ. അപ്പോൾ നമ്മൾ ഇവിടെ 10 എഴുതുക, ഇവിടെയും 10 എഴുതുക. എന്നിട്ട് ഈ ടോട്ടൽ കിട്ടിയ 10 ഇവിടെ മൊത്തം കിട്ടിയ എമൗണ്ടിനെ കുറച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്, അതായത് 5. ഓക്കെ അല്ലേ, ഓർമ്മയില്ലേ? ഇനി ഇവിടെയാണ് കൂടുതലെന്ന് വിചാരിക്കുക, ഇവിടെയാണ് 10 എന്ന് വിചാരിക്കുക. അപ്പോൾ 10 ഇവിടെ എഴുതി, 10 ഇവിടെ എഴുതി, ഇവിടെയാണ് 5. അപ്പോൾ എന്തായി, നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടില്ല, നെറ്റ് ലോസാണ് കിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ നെറ്റ് ലോസ് എന്ന് ചെയ്തു. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ നെറ്റ് പ്രോഫിറ്റ് കാണാമെന്ന്. എവിടെയാണോ കൂടുതലുള്ളത് അവിടുന്ന് കുറവുള്ള സാധനം കുറച്ചാൽ കിട്ടുന്ന എമൗണ്ടാണ് നെറ്റ് പ്രോഫിറ്റ്. ഈ ഭാഗം, ഈ സൈഡ് കൂടുതലായാലും നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും, ഈ സൈഡാണ് ഏറ്റവും കൂടുതലെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് ലോസും കിട്ടും. ഇതാണ് ജനറലായിട്ടുള്ള ഒരു ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ, ക്യാഷ് സെയിൽസ് മാത്രം നടന്ന ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ ആ ഒരു പ്രോബ്ലത്തിൻ്റെ ഫോർമാറ്റ്, ഈ ഫോർമാറ്റ് ഉണ്ടല്ലോ, അതൊന്ന് എഴുതി വെക്കട്ടെ നോട്ടിൽ. കറക്റ്റ് നല്ല രീതിയിലൊന്ന് വരച്ച് വെക്കുക. ഇതന്നെയാണ് ഇനി അടുത്ത വരാനുള്ള ഫോർമാറ്റുകളും കുറച്ചൊരു മാറ്റം സംഭവിക്കുള്ളൂ. സോ നമ്മളിപ്പോൾ പറഞ്ഞ, അതായത് ക്യാഷ് സെയിൽസ് മാത്രം നടന്നാലുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ കേട്ടോ. സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 1 January 2019. അതായത് 1 January 2019 സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്നാണ് പറയുന്നത്. ഓപ്പണിംഗ് ബാലൻസ് എത്ര? 12,600. നമ്മളെ ഫോർമാറ്റ് എടുക്കുക. ഫോർമാറ്റിൽ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് എന്താണ്? ബാലൻസ് ബ്രോഡ് ഡൗൺ, അതായത് ഓപ്പണിംഗ് ബാലൻസുകൾ. സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ എഴുതണം, ഡെപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ എഴുതണം, പെറ്റി ക്യാഷ് ഉണ്ടെങ്കിൽ അതിൻ്റെ എഴുതണം, ഫർണിച്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ എഴുതണം. ഇവിടെ എന്തുണ്ട്? സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. സോ 12,600 നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം എഴുതുന്നു. പിന്നെ നമ്മൾ നോക്കുക, പിന്നെ ഏതിൻ്റെയെങ്കിലും ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടോ നോക്കുക. ഇല്ല. 1/1/2019 ഏതും തന്നിട്ടില്ല. ക്വസ്റ്റ്യൻ വരെ ഒന്നും തന്നിട്ടില്ല. സോ നമ്മൾ രണ്ടാമത്തെ ഐറ്റം എടുത്തു, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഇങ്ങനെ കാരണം ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ഫോർമാറ്റ് എല്ലാവരും കാണാതെ പഠിച്ചു വെക്കണം. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഐറ്റം എന്താ? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അതായത് ഇപ്പോൾ എ എന്ന ഡിപ്പാർട്ട്മെൻറ്റ് ബി എന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്തു എന്ന് പറയുന്ന പോലെയാണ്. ഡിപ്പാർട്ട്മെൻ്റ് അല്ല, എ എന്ന് പറയുന്ന ഹെഡ് ഓഫീസ്, ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചിലേക്ക് എന്ത് ചെയ്യുന്നു? ഗുഡ്സ് സെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് ഫോർമാറ്റിൽ. സോ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നുള്ളത് 1,65,800, 1,67,800 എന്ത് ചെയ്യുക? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ അടുത്ത ഐറ്റംസ് നോക്കുക. എക്സ്പെൻസസ് ഓഫ് ബ്രാഞ്ച് മെറ്റ് ബൈ HO. ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഡയറക്റ്റ് എമൗണ്ടുകളാണ് തരലെന്ന് പറഞ്ഞത്, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എക്സ്പെൻസസ് ഓഫ് ബ്രാഞ്ച് മെറ്റ് ബൈ HO, അതായത് ഹെഡ് ഓഫീസ് എന്താണ് മീറ്റ് ചെയ്തിട്ടുള്ള ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസുകൾ. ഹെഡ് ഓഫീസ് എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രാഞ്ചിൻ്റെ റെൻറ്റ് മീറ്റ് ചെയ്തിട്ടുണ്ട്. സാലറി എന്ന് പറഞ്ഞ എക്സ്പെൻസ് ഹെഡ് ഓഫീസാണ് മീറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജനറൽ എക്സ്പെൻസ് ഹെഡ് ഓഫീസാണ് മീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം 3 എക്സ്പെൻസുകൾ ആര് മീറ്റ് ചെയ്തിട്ടുണ്ട്? HO മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോർമാറ്റിൽ എടുക്കുക. ഫോർമാറ്റിൽ എക്സ്പെൻസസ് മീറ്റ് ബൈ HO അങ്ങനെ ഒരു ഐറ്റം തന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ എഴുതല്? ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതല്. പക്ഷേ ഇവിടെ ഒറ്റ എമൗണ്ട് അല്ല, അതുകൊണ്ട് നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോന്ന് പറഞ്ഞ് എഴുതുന്നു. അതായത് ക്യാഷ് എന്ന് എഴുതുക, ക്യാഷിൻ്റെ താഴെ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? റെൻറ്റ് 18,000 എഴുതുക. അവിടെ എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് ക്യാഷ് എന്ന് എഴുതുക, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പെൻസസ് ബൈ HO എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ റെൻറ്റ് 18,000 എഴുതുക, സാലറി 46,000 എഴുതുക, ജനറൽ എക്സ്പെൻസ് 2,000 എഴുതുക. കാരണം ഇത് മൂന്നും ആര് മീറ്റ് ചെയ്തതാണ്? ഹെഡ് ഓഫീസ് മീറ്റ് ചെയ്തതാണ്. നേരെ മറിച്ച് എക്സ്പെൻസസ് ഓഫ് ബ്രാഞ്ച് മീറ്റ് ബൈ HO എന്നുള്ളത് 1 lakh ഒറ്റ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ എക്സ്പെൻസസ് എന്ന് എഴുതിയിട്ട് നേരെ എഴുതാം. പക്ഷെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോന്ന് സെപ്പറേറ്റ് ആയി പറഞ്ഞിട്ടുണ്ട്, എന്തിൻ്റെയൊക്കെ എക്സ്പെൻസാണ് മീറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. സോ ഓരോന്നെടുത്ത് നമ്മൾ എഴുതണം. അടുത്തത് നോക്കാം. ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് ടു HO. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതായത് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് സെൻഡ് ചെയ്തു. ഇപ്പോൾ പറഞ്ഞിട്ട് എന്താ? ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് ടു HO, അതായത് സെൻഡ് ചെയ്ത ഗുഡ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രാഞ്ച് എന്ത് ചെയ്തിട്ടുണ്ട്? റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഗുഡ്സ് സെൻഡ് ചെയ്താൽ നമ്മളിവിടെ എഴുതും, അക്കൗണ്ടിൽ പറഞ്ഞു തന്നു. ഗുഡ്സ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ എഴുതും. പക്ഷേ ഗുഡ്സ് റിട്ടേൺ ചെയ്തിരിക്കണം, ബ്രാഞ്ച് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് പേരിലാണ് എഴുതല്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് തന്നെയാണ് എഴുതല്. ഗുഡ്സ് ഹെഡ് ഓഫീസ് കൊടുത്തു കഴിഞ്ഞാലും ബ്രാഞ്ച് ഗുഡ്സ് ഹെഡ് ഓഫീസിലേക്ക് തിരിച്ച് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് എഴുതിയാണ് ബ്രാക്കറ്റിൽ റിട്ടേൺ ചെയ്തു. പക്ഷേ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് തന്നിട്ടുണ്ടാകും ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് ടു HO.
ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്തു. അപ്പോൾ അതെന്ത് ചെയ്യുക, ഇവിടെ എഴുതുക. അതാ കാരണം ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ റിട്ടേൺസ് എന്ന് എഴുതിയിട്ട് ഈ എമൗണ്ട് എഴുതുക 4000. അടുത്തത് ക്യാഷ് സെയിൽസ്. അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഉള്ളിലൊക്കെ ക്രെഡിറ്റ് സെയിൽ ഉണ്ടോ നോക്കണം. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ മൊത്തം വായിച്ച് നോക്കണം ക്യാഷ് സെയിൽ ഉണ്ടോ ക്രെഡിറ്റ് സെയിൽ ഉണ്ടോ എന്ന്. ഇവിടെ ക്രെഡിറ്റ് സെയിൽ ഇല്ല. സോ ക്യാഷ് സെയിൽസിന് അതുപോലെ തന്നെ പ്രോഫിറ്റിനല്ലേ വിറ്റിട്ടുള്ളത് അല്ലേ. ഇൻവോയ്സ് പ്രൈസ് എന്നോ അല്ലെങ്കിൽ കോസ്റ്റ് പ്ലസ് ഇത്ര പെർസെൻറ്റേജ് എന്നോ സെല്ലിംഗ് പ്രൈസ് എന്നൊന്നുമില്ല. അപ്പോൾ ഇത് കോസ്റ്റ് പ്രൈസിനാണ്. സോ ക്യാഷ് സെയിൽസ് അറ്റ് ബ്രാഞ്ച്, ക്യാഷ് സെയിൽസ് എത്രയാണ്, 3,26,000. ഇവിടെ ചെയ്തിരിക്കുന്നത് ക്യാഷ് സെയിൽസ് നേരെ 3,26,000 നേരെ ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ. പിന്നെ നമുക്ക് എന്താണ് ഇനി ലാസ്റ്റ് ചെയ്താലുള്ള ക്ലോസിംഗ് ബാലൻസ് ആണ്. സോ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഏതൊക്കെ തന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ക്ലോസിംഗ് ബാലൻസും നമുക്ക് കാണേണ്ടി വരും. അപ്പം ക്വസ്റ്റിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തണം. ഫോർ എക്സാമ്പിൾ ഇതാ സ്റ്റോക്ക് ഓൺ 1 January 2019 12,600 ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇതൊക്കെ സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 31 December 2019. കാരണം ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഒന്നിൻ്റെ മാത്രം തന്നിട്ടുള്ളൂ. സോ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് 12,700. അതിൻ്റെ അർത്ഥം എന്താ, ഒരു 100 രൂപ സ്റ്റോക്ക് കൂടിയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ 12,600 ആയിരുന്നു, ഇവിടെ 12,700 ആയി. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ആ എമൗണ്ട് നേരെ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഇതാ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് 12,700 എന്ന് എഴുതുക. എന്നിട്ട് ബാലൻസ് ചെയ്യുക. ഏറ്റവും കൂടുതൽ എവിടെ ഉള്ളത് അതെന്ത് ചെയ്യുക, താഴെ എഴുതുക. എന്നിട്ട് കുറവുള്ളിൽ നിന്ന് കുറച്ച് കണ്ട് ലാസ്റ്റ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ആൻസർ കാണിച്ചു തരാം. കണ്ടോ, ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് സ്റ്റോക്കിൻ്റെ നമ്മൾ എഴുതി ഓപ്പണിംഗ് ബാലൻസ് കണ്ട സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് 12,600. രണ്ടാമത്തെ ഐറ്റം എടുത്തു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 1,65,800. മൂന്നാമത്തെ ഐറ്റം എടുത്തു എക്സ്പെൻസസ് ആണ്, അതായത് ക്യാഷ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതലെന്ന് പറഞ്ഞു. പക്ഷേ ക്യാഷ് എന്ന് പറഞ്ഞ് നേരെ എഴുതാൻ പറ്റില്ല, കാരണം ഇവിടെ ഒരുപാട് എക്സ്പെൻസസ് ഉണ്ട്. സോ ആ എക്സ്പെൻസസ് നന്നായിട്ട് കൂട്ടിയിട്ടാണ് നമ്മൾ എഴുതൽ. ഇതാ എക്സ്പെൻസസ് മീറ്റ് ചെയ്ത എക്സ്പെൻസസ് ഏതൊക്കെയാണ്, റെൻറ്റ്, സാലറി, ജനറൽ എക്സ്പെൻസസ് മൂന്നും കൂട്ടിക്കാണ് 66,000 എന്ന് എഴുതി. അടുത്തത് നമുക്കിവിടെ എഴുതാൻ ഇനി ഒരു ഐറ്റവും ഇല്ല, കാരണം നമ്മളെ അക്കൗണ്ടിൽ നമുക്കറിയാം ഇനിയുള്ള ഐറ്റം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു. ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ചാണ് റിട്ടേൺ ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗത്ത് ചെയ്തു അല്ലേ. ഇതാ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് ഇതിലെന്ന് ഞാൻ പറഞ്ഞു. റിട്ടേൺസ് എന്ന് ബ്രാക്കറ്റിൽ എഴുതും 4,000. പിന്നെ ക്യാഷ് സെയിൽസ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ക്യാഷ് സെയിൽസ് 3,26,000 അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതി. പിന്നെ നമുക്കുള്ള ലാസ്റ്റ് ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്ക് 12,700. ഇതാ ക്ലോസിംഗ് ബാലൻസ് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എഴുതി, അതുപോലെ ഇവിടെ ക്ലോസിംഗ് ബാലൻസ് എഴുതി. അതിൻ്റെ താഴെ സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് എഴുതിക്കാണ്ട് 12,700 എഴുതുക. എന്നിട്ട് ടോട്ടൽ ചെയ്തു 3,42,700 കിട്ടി. ഇവിടത്തിനെക്കാട്ടും കൂടുതലാണ് ഇവിടെ. സോ നമുക്ക് പ്രോഫിറ്റാണ് കിട്ടല്. ഇത് മൊത്തം ടോട്ടൽ എഴുതി, രണ്ടിടത്തും ഒരേ എമൗണ്ട് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തി, ഇതില്ല ഈ 3 എമൗണ്ടിന് ഈ 3,42,700 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് എമൗണ്ട് കിട്ടും, 98,300. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ്. ഓക്കെ അല്ലേ. ഇതാണ് ക്രെഡിറ്റ് സെയിൽ തരാതെ നമുക്ക് ക്യാഷ് സെയിൽസ് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യൽ. ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഈ ക്യാഷ് സെയിൽസ് എന്ന് തരുന്നതിന് പകരം ഇതിൻ്റെ കൂടെ തന്നെ ക്രെഡിറ്റ് സെയിൽസ് എന്ന് തരും. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ടിൽ ചെറിയൊരു മാറ്റം വരുത്തണം. ഇപ്പോൾ നമ്മൾ ക്യാഷ് സെയിൽസിൽ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യൽ എന്നുള്ളൊരു പ്രോബ്ലം ചെയ്തു. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി. വേറെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ക്യാഷ് സെയിൽസ് ഉള്ളത് മാത്രമാണ് നമ്മൾ കണ്ടത്. ഇനി ക്രെഡിറ്റ് സെയിൽസ് വരികയാണെന്ന് വിചാരിക്കാം. ക്രെഡിറ്റ് സെയിലിൽ നിന്ന് ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പല ഐറ്റംസ് വരും. ഏതൊക്കെയെന്ന് പറഞ്ഞുതരാം. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് വരും, ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമേഴ്സ് ഓർ ഡെപ്റ്റേഴ്സ്. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സ് തന്നെയാണ്. ഒന്നെങ്കിൽ ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമേഴ്സ് എന്നുണ്ടാവും, അല്ലെങ്കിൽ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ഡെപ്റ്റേഴ്സ് എന്നുണ്ടാവും. പിന്നെ ബാഡ് ഡെപ്റ്റ്സ് റിട്ടേൺ ഓഫ്. ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യൽ. പക്ഷേ അതിൻ്റെ കൂടെ ഇവിടെ എന്ത് വരും, ഒരു ഡെപ്റ്റേഴ്സ് എന്നുള്ളൊരു എമൗണ്ടും കൂടി വരും. ഓക്കെ. ക്വസ്റ്റ്യനിൽ ക്യാഷ് സെയിൽസിൻ്റെ കൂടെ ക്രെഡിറ്റ് സെയിൽസ് എന്നോ അതുപോലെ തന്നെ ഡിസ്കൗണ്ട് അലൗഡ്, ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമേഴ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വരും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യേണ്ട, ആ ഐറ്റംസ് ഒന്നും ഇവിടെ കൺസിഡർ ചെയ്യേണ്ട. നമ്മൾ ക്രെഡിറ്റ് സെയിൽ തന്നിട്ടുണ്ടാവും. ക്രെഡിറ്റ് സെയിൽ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്യാഷിൻ്റെ കൂടെ ഡെപ്റ്റേഴ്സിനെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. അതായത് ഈ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവും ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. അതായത് ക്വസ്റ്റ്യനിൽ ഇതുവരെ തന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൻ്റെ അടി ക്രെഡിറ്റ് സെയിൽ വന്നിട്ടുണ്ടോ നോക്കുക. ക്രെഡിറ്റ് സെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും എന്ത്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്.
ഇനി ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് നമുക്ക് തന്നിട്ടില്ല എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഈ ഡെപ്റ്റേഴ്സ് എന്തായാലും നമ്മളിവിടെ എഴുതണം. എങ്ങനെ? ക്രെഡിറ്റ് സെയിൽ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ, ഇതുവരെ നമ്മൾ ക്യാഷ് സെയിൽസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ക്രെഡിറ്റ് സെയിൽ എന്ന് തന്നിട്ടുണ്ട്, പക്ഷേ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്നുള്ള ഈ ഡെപ്റ്റേഴ്സിനെ നമ്മൾ കണ്ടെത്തണം. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ഓഫ് ഡെപ്റ്റേഴ്സ്. നമുക്ക് എന്ത് ചെയ്യണം? കറക്റ്റ് എത്രയാണ് ഡെപ്റ്റേഴ്സ് എന്ന് കണ്ടെത്തണം. പക്ഷേ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് എവിടെ തന്നിട്ടുണ്ടാവില്ല? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതും പോട്ടെ, ചിലപ്പോൾ ഓപ്പണിംഗ് ബാലൻസിലെ ഡെപ്റ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടാവും. ഓപ്പണിംഗ് ബാലൻസിലെ ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ടാവും, പക്ഷേ ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് ബാലൻസിൻ്റെ ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ടാവില്ല. ഒന്നെങ്കിൽ ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ, പക്ഷേ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ക്ലോസിംഗ് ബാലൻസിൻ്റെ ഡെപ്റ്റേഴ്സിനെ കണ്ടെത്തേണ്ടി വരും. ഇതൊക്കെ ക്രെഡിറ്റ് സെയിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ, ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റ് സെയിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യണം. ആദ്യം ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഡെപ്റ്റേഴ്സ് ഉണ്ടോ നോക്കണം, ക്ലോസിംഗ് ബാലൻസിൻ്റെ ഡെപ്റ്റേഴ്സ് ഉണ്ടോ നോക്കണം. പോട്ടെ, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ട്രാൻസാക്ഷൻ ഉണ്ടോ നോക്കണം, അല്ലെങ്കിൽ ഒരു എൻട്രി ഉണ്ടോ നോക്കണം. അതിൽ ഈ ഡെപ്റ്റേഴ്സിന് എഴുതേണ്ടത് അതിൽ ക്വസ്റ്റ്യനിൽ ഉണ്ടായാലും ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഈ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ എന്തൊക്കെ കണ്ടെത്തേണ്ടത്? നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ക്ലോസിംഗ് ബാലൻസിൻ്റെ ഡെപ്റ്റേഴ്സ് ഉണ്ടോ ക്വസ്റ്റ്യനിൽ, അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഡെപ്റ്റേഴ്സ് ക്വസ്റ്റ്യനിൽ ഉണ്ടോ, ഇനി അതും അല്ലെങ്കിൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ എമൗണ്ട് ഉണ്ടോ നോക്കുക. ഈ മൂന്നാലൊരു എമൗണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കണ്ടെത്തണം. അത് കണ്ടെത്താനുള്ള അക്കൗണ്ടിനെ പറയുന്ന പേരാണ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ഈ ഫോർമാറ്റും നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് മാക്സിമം തരാവുന്ന എമൗണ്ടുകൾ അല്ലെങ്കിൽ മാക്സിമം തരാവുന്ന ഐറ്റംസ് ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റ് സെയിൽ നിന്നുണ്ടാവും. ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റ് സെയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഓൾറെഡി ഉണ്ടാവും. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഈ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് കണ്ടെത്തേണ്ട ആവശ്യമുള്ളൂ. ക്രെഡിറ്റ് സെയിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ടാവും? നമുക്ക് തന്നിട്ടുണ്ടാവും. സോ നമ്മൾ പിന്നെ നോക്കേണ്ടത് ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞ ഐറ്റം തന്നിട്ടുണ്ടോ? ക്രെഡിറ്റ് സെയിൽ എന്തായാലും തന്നിട്ടുണ്ടാവും. ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമേഴ്സ് ഓർ ഡെപ്റ്റേഴ്സ്, കസ്റ്റമേഴ്സും ഡെപ്റ്റേഴ്സും ഒന്നാണ് കേട്ടോ. ഇത് തന്നിട്ടുണ്ടോ? നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തിനാണ്? ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ചാണ്. ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ചും ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമേഴ്സ് ഓർ ഡെപ്റ്റേഴ്സും തമ്മിൽ മാറ്റുന്നുണ്ട്. പിന്നെ ബാഡ് ഡെപ്റ്റ്സ് റിട്ടേൺ ഓഫ്, ഈ ഐറ്റംസ് ഒക്കെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും 2 ഐറ്റംസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഐറ്റംസ് ഇല്ലെങ്കിൽ ഇപ്പോൾ ക്രെഡിറ്റ് സെയിൽ മാത്രമേ ഉള്ളൂ, അതിൻ്റെ പുറമെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സും ഉണ്ട്. അങ്ങനെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ക്ലോസിംഗ് ബാലൻസ് കണ്ടെത്താം. ഫോർ എക്സാമ്പിൾ നോക്കണ്ടോ, ഇപ്പോൾ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് പറഞ്ഞൊരു അക്കൗണ്ട്, അതിൻ്റെ ഫോർമാറ്റ് ചോദിക്കോളൂ. ബാലൻസ് പി ഡി. ഈ ബാലൻസ് പി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഓപ്പണിംഗ് ബാലൻസിനെ നമ്മളാണ് ബാലൻസ് പി ഡി എന്ന് പറയൽ. ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസ് നമുക്ക് തന്നിട്ടില്ല വിചാരിക്കാം. ഇതിലെ ക്ലോസിംഗ് ബാലൻസ് ആണ് ബാലൻസ് സി ഡി. ഓപ്പണിംഗ് ബാലൻസ് 1000 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ ക്രെഡിറ്റ് സെയിൽ തന്നിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യനിൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഒന്നും തന്നിട്ടുണ്ട്. ഈ സാധനങ്ങളൊന്നും തന്നിട്ട് തരാത്ത ഐറ്റംസ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. ഇനിയിപ്പോൾ റിട്ടേൺ ഇൻവാർഡ് തന്നിട്ടുണ്ട്. ഈ റിട്ടേൺ ഇൻവാർഡ് പറഞ്ഞാൽ ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമേഴ്സ് നാട്ടാ. ഈ റിട്ടേൺ ഇൻവാർഡ് തന്നിട്ടുണ്ട്, ബാഡ് ഡെപ്റ്റ്സും തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് അലൗഡ് ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ക്ലോസിംഗ് ബാലൻസിനെ നമ്മൾ കണ്ടെത്തൽ എങ്ങനെയാണ്? നമ്മൾ ഈ അക്കൗണ്ട് ഉണ്ടാക്കിയാണ്. ഈ അക്കൗണ്ട് ഉണ്ടാക്കിയാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. ക്രെഡിറ്റ് സെയിൽ എത്രയാണെന്നുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് സെയിൽ ഡെബിറ്റ് സൈഡിൽ എഴുതുക. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് എഴുതുക. പിന്നെ ഈ തന്ന ഐറ്റംസിൽ ഏതെങ്കിലും ഉണ്ട് അതൊക്കെ എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ബാലൻസ് ചെയ്യുക. ആ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും നമ്മുടെ ക്ലോസിംഗ് ബാലൻസ്. മനസ്സിലായോ? ഇപ്പോൾ ഇത് 2 എഴുതി, ഇവിടെ 10 കിട്ടി, ഇവിടെ 3 എഴുതി, ഇവിടെ 7 കിട്ടി. അപ്പോൾ ബാക്കി 3, ആ ബാലൻസിങ് ഫിഗറാണ് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ, ഇനി ക്ലോസിംഗ് ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്, ക്രെഡിറ്റ് സെയിലും നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഏതാണ് കണ്ടെത്താനുള്ളതാ? ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് നമുക്ക് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഓപ്പണിംഗ് ബാലൻസിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ എഴുതുക. ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റ് സെയിൽ ഉണ്ടാവും, ആ ക്രെഡിറ്റ് സെയിലിനെ നമ്മൾ ഇവിടെ എഴുതുക. പിന്നെ ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ടാവും, ക്ലോസിംഗ് ബാലൻസും നമ്മൾ എഴുതുക. വേറൊരു ഐറ്റം നമുക്ക് തന്നിട്ടില്ല, അപ്പോൾ ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഇതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എഴുതി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? പിന്നെ നമുക്ക് തരാത്ത ഐറ്റം എഴുതിക്കാറ്. അപ്പോൾ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. അപ്പം ഇതിൽ നിന്ന് ഇത് കുറച്ചിട്ട് കിട്ടുന്ന ബാക്കി എമൗണ്ട് ആയിരിക്കും നമുക്ക് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഇത് ഇവിടുന്ന് കിട്ടിയോ? ഈ കിട്ടിയ എമൗണ്ടിനെ നമ്മൾ ഇവിടെ കൊണ്ട് എഴുതണം, ഇവിടെ കൊണ്ട് എഴുതണം. ഇത് തന്നിട്ടില്ലെങ്കിൽ കേട്ടോ. പക്ഷേ ക്വസ്റ്റ്യനിൽ ഡെപ്റ്റേഴ്സ് തരും,
ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് തരും, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സും തരും. ഇത് മൂന്നും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണ്ട, ഈ അക്കൗണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ക്വസ്റ്റ്യനിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഈ സാധനങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ ഐറ്റംസ് മാത്രം മതി. ഈ ഐറ്റംസിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സോ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സോ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സോ ഈ മൂന്നാലൊരു സാധനം നമുക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കണ്ടെത്തേണ്ട അക്കൗണ്ടാണ് ഏത്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അവിടെയാണ് നമ്മൾ പരിഗണിക്കൽ, അല്ലെങ്കിൽ ഈ സാധനങ്ങളൊന്നും നമ്മൾ പരിഗണിക്കേണ്ട. സോ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് തന്നിക്കണേ, ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്, ക്രെഡിറ്റ് സെയിലും ഉണ്ടാവും ക്വസ്റ്റനിൽ. നമുക്ക് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും എഴുതാ, ഇതും എഴുതുക. ബാക്കി വരുന്ന എമൗണ്ട് ആയിരിക്കും എന്ത്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, അതിനവിടെ കൊടുന്ന് എഴുതാം. ഇനി ക്ലോസിംഗ് ബാലൻസ് ആണ് നമുക്ക് തരാത്തതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ എഴുതും, ക്രെഡിറ്റ് സെയിൽ എഴുതും, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് അപ്പോൾ ക്വസ്റ്റനിൽ ഉണ്ടാവും, അതും എഴുതും. പിന്നെ നമുക്ക് കിട്ടാത്ത രീതി കാരണം ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കാം, അതാണ് ഈ ബാലൻസ് സീരി. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും എന്ത്, ക്ലോസിംഗ് ബാലൻസ്. ആ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എഴുതും. ഇതാണ് നമ്മുടെ ക്രെഡിറ്റ് സെയിൽസ് എന്ന് വന്നുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കാണൽ ഇങ്ങനെയാണ്. അതിൽ ഒറ്റ മാറ്റമുള്ളൂ, നമ്മൾ ക്യാഷിൻ്റെ കൂടെ ഡെപ്റ്റേഴ്സും കൂടി എഴുതും. ഈ ഡെപ്റ്റേഴ്സ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാം. പക്ഷേ ചില സമയങ്ങളിൽ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായി തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഡെപ്റ്റേഴ്സിനെ കണ്ടെത്തണം, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സിനെ നമ്മൾ കണ്ടെത്തണം. അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ആവും തരാതെക്കില്ല, അപ്പോൾ ക്ലോസിംഗ് ബാലൻസിനെ നമ്മൾ കണ്ടെത്തണം. ചിലപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആവും തരാതെക്കില്ല, അപ്പോൾ ഓപ്പണിംഗ് ബാലൻസിനെ കണ്ടെത്തണം. അപ്പോൾ ഈ ഡാറ്റകളൊക്കെ തന്നാൽ ഓപ്പണിംഗ് ബാലൻസിനെ കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ അക്കൗണ്ട് തയ്യാറാക്കിയാൽ മതി. ഓപ്പണിംഗ് ബാലൻസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ക്രെഡിറ്റ് സെയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഉണ്ടാവും, പിന്നെ ഇതിൽ ഏതെങ്കിലും ഐറ്റംസും ഉണ്ടാവും. അതൊക്കെ എഴുതിയാൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് കിട്ടും. അപ്പം ഈ ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ്, ഈ ഡെപ്റ്റേഴ്സ്, ഈ മൂന്ന് സാധനത്തിൽ ഏതൊരു സാധനം അല്ലെങ്കിൽ ഏതൊരു ഐറ്റത്തിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തേണ്ടത് എങ്ങനെയാണ്, ഈ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇത് ക്രെഡിറ്റ് സെയിലിന് സാധനം സെൻഡ് ചെയ്യുമ്പോഴുള്ള മെത്തേഡാട്ടോ. ക്യാഷ് സെയിൽസിന് സാധനം സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പണിയില്ല, ഈ സാധനങ്ങൾ നേരെ എഴുതി കൊടുത്താൽ മതി. അത് ചോദിക്കാനും സാധ്യത കുറവാണ്. ക്രെഡിറ്റ് സെയിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നാൽ എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അതിൽ ക്രെഡിറ്റ് സെയിൽ ഉണ്ടോ എന്ന് നോക്കുക. ക്രെഡിറ്റ് സെയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസിനാണെങ്കിൽ കേട്ടോ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കോസ്റ്റ് പ്രൈസിനാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സെയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഈ ഒരു ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് കോളം അല്ലെങ്കിൽ ഒരു എമൗണ്ട് കൂടെ എവിടെ വരും, ബ്രാഞ്ച് അക്കൗണ്ടിൽ വരും എന്ന് മനസ്സിലാക്കുക. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നേരത്തെ തന്ന ക്വസ്റ്റ്യൻ നമുക്ക് ക്യാഷ് സെയിൽസ് മാത്രമുള്ളൂ. ഇനി പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താ, ക്രെഡിറ്റ് സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്. ക്രെഡിറ്റ് സെയിൽസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കേണ്ട ഫോർമാറ്റ് എങ്ങനെയാണ്, ഇതുപോലെ ആയിരിക്കണം. ഒറ്റ മാറ്റുള്ളൂ, മറ്റേ ഇതിന് മുന്നേ ചെയ്ത അതേ ഫോർമാറ്റ് തന്നെ. പക്ഷേ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു എമൗണ്ട്, അതായത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആ ഒരു എമൗണ്ട് നമ്മൾ ക്യാഷ് സെയിൽസിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് എഴുതണം. അത്രേ മാറ്റുള്ളൂ. ഏത്, ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ തന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, മുന്നേ ചെയ്ത പോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടോ നോക്കുക. ഏതൊക്കെ ഐറ്റത്തിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട് എന്ന് നോക്കുക. ഏതൊക്കെ ഐറ്റത്തിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് 1/1/2019, 1 ജാനുവരി 2019 സ്റ്റോക്ക്, അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് നോക്കുക. അതാ സ്റ്റോക്ക് നമ്മൾ എഴുതി, ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, സ്റ്റോക്ക് എന്ന് എഴുതി 24,000 എഴുതി. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടോ നോക്കുക. സൺട്രി ഡെപ്റ്റേഴ്സ് അറ്റ് ബ്രാഞ്ച് ഓൺ 1 ജാനുവരി 2019, ഇതും ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. 1/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. നമ്മുടെ ഫോർമാറ്റിൽ കണ്ടോ, സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, പെറ്റി ക്യാഷ്, ഫർണിച്ചർ, ഇവിടെ ഡെപ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തി, 6,060 എന്ന് എഴുതി. ഇതാ അടുത്ത ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ക്വസ്റ്റ്യനിൽ എഴുതി. ഓക്കെ, ഇനി അടുത്തത് ഏതെങ്കിലും ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടോ നോക്കാം. ഫർണിച്ചറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടോ, ഇല്ല. ഒന്നിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. പിന്നെ വരുന്ന ഐറ്റം, അടുത്ത ക്വസ്റ്റ്യനിലുള്ള ഐറ്റം നോക്കുക. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്തു. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ് ആയിക്കാണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ നമ്മളെ ഫോർമാറ്റിലുണ്ട്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡയറക്റ്റ് ആക്കി ചെയ്യുക. സോ നമ്മൾ ആൻസർ നോക്കുക. അതാ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 30,000, കറക്റ്റ് എമൗണ്ട് 30,000. ഇനി എക്സ്പെൻസസ് ഓഫ് ബ്രാഞ്ച് പെയ്ഡ് ബൈ HO, കണ്ടോ ഇവിടെ ഒറ്റ എമൗണ്ടാണ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ചെയ്ത കണക്കിൽ എങ്ങനെയാണ്, എക്സ്പെൻസസ് ഓഫ് ബ്രാഞ്ച് പെയ്ഡ് ബൈ HO എന്ന് പറയാണ്ട് റെൻറ്റിൻ്റെ എക്സ്പെൻസ്, ജനറൽ എക്സ്പെൻസ്, സാലറി അങ്ങനെ സെപ്പറേറ്റ് ആയി തന്നിക്കണേ. ഇവിടെ നമുക്ക് എന്ത് ചെയ്തിക്കണേ, എക്സ്പെൻസ് അതായത് ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് HO മീറ്റ് ചെയ്തിക്കണമെന്നാണ് പറയേണ്ടത്. അത് ഒറ്റ എമൗണ്ട് ആയിക്കാണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, എക്സ്പെൻസ് ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ ക്യാഷ് എന്ന് പറഞ്ഞാണ്ട് ആ എമൗണ്ട് എഴുതിയാൽ മതി.
പക്ഷേ ഇതിൻ്റെ മുന്നത്തെ പ്രോബ്ലത്തിൽ നമുക്ക് സെപ്പറേറ്റ് എമൗണ്ടുകളാണ് തന്നിട്ടുള്ളത്, സെപ്പറേറ്റ് എക്സ്പെൻസുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഓരോ എക്സ്പെൻസ് എഴുതിക്കാണ്ട് എക്സ്പെൻസ് കൂട്ടിക്കാണ്ടുള്ള എമൗണ്ട് എഴുതിയത്. ഇവിടെ നമുക്ക് ടോട്ടൽ എക്സ്പെൻസിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കോ, ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റിൽ എക്സ്പെൻസ് എഴുതുക 10,400 കണ്ടാ 10,400. അടുത്തത് ക്യാഷ് സെയിൽസ്. ക്യാഷ് സെയിൽസ് അവിടെ ഇതിൽ നമുക്കറിയാം ക്വസ്റ്റ്യൻ ഉണ്ട് ഇതാ, ക്യാഷ് സെയിൽസ്. നേരെ എന്ത് ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നേരെ ഔട്ടർ കോളത്തിൽ എഴുതിയിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം എന്തുണ്ട്, ഇവിടെ ക്രെഡിറ്റ് സെയിൽ എന്ന് വന്നിട്ടുണ്ട്. ക്യാഷ് അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റ് സെയിൽ എന്ന് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് സെയിൽസിൻ്റെ കൂടെ ഡെപ്റ്റേഴ്സും കൂടി കൂട്ടി എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ അക്കൗണ്ടിൻ്റെ ഒരു പ്രത്യേകത. സോ നമ്മൾ ക്യാഷ് സെയിൽസിന് എഴുതി, ഇനി ഡെപ്റ്റേഴ്സ് ഇവിടെ നോക്കുക, അതേപോലെ തന്നെ ഉണ്ടാവും ക്വസ്റ്റ്യനിൽ തന്ന വഴി. റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് കണ്ടാ, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. ഈ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ടെത്തേണ്ട ആവശ്യമില്ല, എമൗണ്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഡെപ്റ്റേഴ്സ്, അല്ലെങ്കിൽ ക്ലോസിങ്ങിൻ്റെ ഡെപ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഈ ഡെപ്റ്റേഴ്സ്. ഈ മൂന്ന് എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉണ്ടാക്കണ്ട, ഈ ബ്രാഞ്ച് അക്കൗണ്ട് ഉണ്ടാക്കണ്ട, ഈ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കണ്ട. സോ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. ഈ ഡെപ്റ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. ഇതാ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇതാ അവിടെ സീനില്ല. റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 37,900. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, ക്യാഷിൻ്റെ കൂടെ കണ്ട ക്യാഷ്, ഇത് ബ്രാക്കറ്റിലിടേണ്ട സെയിൽസാണ്, കുഴപ്പമില്ല. ക്യാഷ് പ്ലസ് ഡെപ്റ്റേഴ്സ് രണ്ടും കൂടി കൂട്ടിക്കാണ്ട് ഇതാ ക്യാഷിൻ്റെ കൂടെ ഡെപ്റ്റേഴ്സിനെ കൂട്ടി ചെയ്താന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് 55,400 എഴുതി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ പിന്നുള്ള സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 31 ഡിസംബർ 2019. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് എഴുതാനുള്ള എമൗണ്ട് എന്താണ്, അതിൻ്റെ ഇടയിൽ നമ്മൾ നോക്കണം ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഉണ്ടോയെന്ന്. ഓപ്പണിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ടോ, ഇല്ല. ക്ലോസിങ്ങിലുണ്ടോ, ഇല്ല. സോ അത് കൺസിഡർ ചെയ്യണ്ട. ഇനി നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ആണ്, ലാസ്റ്റത്തെ എമൗണ്ട് ആയ ക്ലോസിംഗ് ബാലൻസാണ് കണ്ടെത്തേണ്ടത്. സോ ഓപ്പണിംഗ് ബാലൻസ് സ്റ്റോക്കിൻ്റെ തന്നിട്ടുണ്ട്, അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 31 ഡിസംബർ 2019 എത്ര, 18,000. ക്ലോസിംഗ് ബാലൻസ് എത്ര, സ്റ്റോക്കിൻ്റെ 18,000. പക്ഷേ നമുക്ക് എന്തില്ല, ഡെപ്റ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ ഓർമ്മണ്ട, ഓപ്പണിംഗ് ബാലൻസ് ഡെപ്റ്റേഴ്സിൻ്റെ തന്നിക്കണം നോക്കണം, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ടോ നോക്കണം, ഈ ഡെപ്റ്റേഴ്സും തന്നിട്ടുണ്ടോ നോക്കണം. ക്ലോസിംഗ് ബാലൻസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് അക്കൗണ്ട് ഉണ്ടാക്കണം, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ ക്ലോസിങ് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആരെ കണ്ടെത്തണം, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിൻ്റെ ഈ ക്ലോസിംഗ് ബാലൻസിനെ നമുക്ക് കണ്ടെത്തണം. ഇതിനെ കണ്ടെത്താനുള്ള ബാക്കി ഇൻഫർമേഷൻസ് ഒക്കെ എവിടെ ഉണ്ടാവും, ക്വസ്റ്റ്യനിലുണ്ടാവും. ഓക്കെ, ഇത് കണ്ടെത്തൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിന് മുന്നേ ഉള്ള തിയറി ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. സോ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു എമൗണ്ടിനെ, ഈ ക്ലോസിംഗ് ബാലൻസിനെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കണം. ഈ ഒരു ഫോർമാറ്റ് നോക്കട്ടോ. ഫോർമാറ്റിൽ ആദ്യം പറയുന്നത് എന്താ, ബാലൻസ് ബി ഡി. ക്വസ്റ്റ്യൻ എടുക്കുക, ഓപ്പണിംഗ് ബാലൻസ് എത്ര, സ്റ്റോക്ക് ഓഫ് ഡെപ്റ്റേഴ്സ്, ഇതാണ് ബാലൻസ് ബി ഡി. ഓപ്പണിംഗ് ബാലൻസിനാണ് നമ്മൾ എന്ത് പറയല്, ബാലൻസ് ബി ഡി എന്ന് പറയല്. ആ എമൗണ്ട് നമ്മൾ എഴുതുന്നു. ഓപ്പണിംഗ് ബാലൻസ് എത്ര, സ്റ്റോക്ക് ഓൺ ഡെപ്റ്റേഴ്സ് അറ്റ് ബ്രാഞ്ച് 660, 60 നമ്മൾ എഴുതിട്ടോ. ഇനി ക്രെഡിറ്റ് സെയിലാണ് അടുത്ത് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തി, ഈ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് എന്തിനാണ്, നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കണ്ടെത്താൻ വേണ്ടിയാണ്. ക്രെഡിറ്റ് സെയിൽസ് എഴുതി. ക്രെഡിറ്റ് സെയിൽസ് എത്ര വരുന്നത്, 41,000. അത് എഴുതി 41,000. പിന്നെ നമ്മൾ നോക്കുക, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ടോ നോക്കുക, ക്വസ്റ്റ്യനിലുണ്ട് അല്ലേ. സോ ക്യാഷ് ഇവിടെ റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് എഴുതാം. ക്യാഷ് എത്ര ഉള്ളത്, റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സിൽ 37,900. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഫോർമാറ്റ് എടുത്ത് നോക്കുന്നു. റിട്ടേൺ ഇൻവേർഡ്, അതായത് ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമേഴ്സ്, ക്വസ്റ്റ്യനിലുണ്ടോ, ഇല്ല. അടുത്ത് നോക്കുക, ബാഡ് ഡെപ്റ്റ് ഉണ്ടോ, ഇല്ല. ഈ ഫോർമാറ്റ് കാണാൻ പഠിക്കണേ, ഏതൊക്കെ ഐറ്റംസാണ് ഇതിലുണ്ടായാലും എന്നുള്ളത്. ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ടോ, ഇല്ല. പിന്നുള്ളത് ബാലൻസ് സി ഡി ആണ്. അപ്പോൾ നമുക്കിനി കിട്ടാനുള്ളത് ബാലൻസ് സി ഡി ആണ്. നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് എന്താണ്, ബാലൻസ് സി ഡി. സോ ഇതാണ് നമുക്ക്, ഈ ഒരു ഫിഗറാണ് നമുക്ക് എന്ത് ചെയ്യാത്തത്, ഇല്ലാത്തത്, ക്വസ്റ്റ്യനിൽ ഇല്ലാത്ത ഫിഗറാണ്. അപ്പോൾ ഈ ഫിഗർ കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കി. നമ്മളിത് ആഡ് ചെയ്യാം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ഒരു എമൗണ്ട് കിട്ടും. ആഡ് ചെയ്ത എമൗണ്ട് വെയിറ്റ് 60 പ്ലസ് 41,000 47,060 നമുക്ക് കിട്ടും. 47,060
060. ഓക്കെ, എത്ര കിട്ടി? 47,060 അല്ലേ? അപ്പം ആ എമൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് 37,900 ചെയ്യാം. ഇതിൽ നിന്ന് ഈ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ, അതായത് 47,060 മൈനസ് 37,900 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടാണ് നമ്മുടെ ബാലൻസ്. അത് വരുന്നത് 9160. സോ ഈ എമൗണ്ടിന് വേണ്ടിയാണ്, ഈ ക്ലോസിങ് എമൗണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കിയത്. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടാക്കിയെങ്കിലും ക്വസ്റ്റ്യൻ നോക്കാം, അല്ല ആൻസർ നോക്കാം. കണ്ടോ? ബൈ ഡെപ്റ്റേഴ്സ് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് 1/1/2019 സൺഡ്രി ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് മാത്രം നമ്മൾ കണ്ടെത്താത്തുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്തു? ബൈ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ ക്ലോസിംഗ് ബാലൻസ് സ്റ്റോക്ക് ചെയ്തി. ഇതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ക്ലോസിംഗ് ബാലൻസ് ചെയ്ത് അതിൻ്റെ താഴെ സ്റ്റോക്ക് 18,000 ഇതാ തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ല. അത് നമ്മൾ 9,160 അത് നമ്മൾ കണ്ടെത്തി. എങ്ങനെ? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലൂടെ. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യല്? ക്ലോസിംഗ് ബാലൻസോ, അതായത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സോ, ഓപ്പണിംഗ് ബാലൻസോ ക്ലോസിംഗ് ബാലൻസോ നമുക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള മെത്തേഡാണ് നമുക്ക് എന്ത്? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ക്വസ്റ്റ്യനിൽ തന്ന സാധനങ്ങളൊന്നായിട്ട് ഇതിലാണ്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കിട്ടാത്ത സാധനം 3 ഉണ്ടാവുള്ളൂ. ഒന്നേ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് കിട്ടിയിട്ടുണ്ടാവില്ല. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് കിട്ടാത്ത എമൗണ്ടിനെ നമ്മൾ കണ്ടെത്തുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കേണ്ടത്. കണ്ടെത്തൽ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ? കിട്ടിയ എമൗണ്ടുകളൊക്കെ ആഡ് ചെയ്ത് കണ്ട് അതിൽ നിന്ന് ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? കിട്ടാനുള്ള എമൗണ്ട് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടെത്തൽ? കോസ്റ്റ് പ്രൈസിൽ ഡെപ്റ്റേഴ്സ് സിസ്റ്റം ക്രെഡിറ്റ് സെയിലും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടെത്തൽ. ക്യാഷ് സെയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യണ്ട. ക്യാഷ് സെയിൽസ് മാത്രം ഉള്ളെങ്കിൽ. ക്രെഡിറ്റ് സെയിൽ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ കണ്ടെത്തണം? ഡെപ്റ്റേഴ്സിനെ കണ്ടെത്തണം. അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തണം. ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തണം. നേരെ മറിച്ച് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സും ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സും അതുപോലെ തന്നെ ഈ ഒരു ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സും ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിക്കണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഡെപ്റ്റേഴ്സ് എന്ന് ഇറങ്ങാണ്ട് 9160 തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? ഈ അക്കൗണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് ഉണ്ടാക്കേണ്ടത് എന്തുകൊണ്ടാണ്? അത് തരാത്തതുകൊണ്ടാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യല്? കോസ്റ്റ് പ്രൈസിൽ ക്രെഡിറ്റ് സെയിൽ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റ് സെയിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യല്? ആൻസർ ചെയ്യല്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് സെല്ലിംഗ് പ്രൈസ്. ഇതുവരെ നമ്മൾ കോസ്റ്റ് പ്രൈസാണ് പറഞ്ഞത്. കോസ്റ്റ് പ്രൈസിൽ ക്യാഷ് സെയിൽ മാത്രം തന്നു കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് ഉണ്ടാക്കുക, ഏത് ഡെപ്റ്റേഴ്സ് കൂടാതെ. കോസ്റ്റ് പ്രൈസിൽ ക്രെഡിറ്റ് സെയിലും കൂടി തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഡെപ്റ്റേഴ്സ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? ഈ അക്കൗണ്ട് രൂപീകരിക്കണം. അതിൽ ഡെപ്റ്റേഴ്സ് ഏതെങ്കിലും മിസ്സായി, 3 ഏതെങ്കിലും ഒന്ന് മിസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആ മിസ്സിങ് ഫിഗറിനെ കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് കണ്ടെത്തണം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എന്ത്? ഇൻവോയ്സ് പ്രൈസിന് അല്ലെങ്കിൽ പ്രോഫിറ്റിന് എങ്ങനെ ബ്രാഞ്ച് അക്കൗണ്ട്, അതായത് ഹെഡ് ഓഫീസ് ഒരു പ്രോഫിറ്റിനാണ് ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ബ്രാഞ്ച് അക്കൗണ്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഇതുവരെ കോസ്റ്റ് പ്രൈസിനാണ് പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ തൊട്ട് മുന്നേ വരെ പറഞ്ഞത് നമ്മൾ കോസ്റ്റ് പ്രൈസിനെ എങ്ങനെ കാണാമെന്നുള്ളതാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇൻവോയ്സ് പ്രൈസിന് അല്ലെങ്കിൽ ലോഡിംഗ് പ്രൈസിന്, ലോഡ് എമൗണ്ട്, അതും അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ്. ഞാൻ അതുവരെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എന്താണ് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ലോഡിംഗ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൂന്നിനും ഒരേ എഫക്റ്റാണ്. അതായത് ഒരു നിശ്ചിത പെർസെൻറ്റേജ്, ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് എടുത്തിട്ട് നമ്മൾ ഗുഡ്സ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇൻവോയ്സ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ ലോഡിംഗ് ചാർജ് എന്നൊക്കെ. 10 രൂപേൻ്റെ സാധനം 12 രൂപയ്ക്ക്, അതായത് ഹെഡ് ഓഫീസ് 10 രൂപേൻ്റെ സാധനം അതിൻ്റെ ബ്രാഞ്ചിന് 12 രൂപയ്ക്ക് സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് ഇൻവോയ്സ് പ്രൈസിനാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് സെൻഡ് ചെയ്യുന്നത് ഇൻവോയ്സ് പ്രൈസിനാണ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇൻവോയ്സ് പ്രൈസിനാണ് നമ്മൾ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യനിൽ തന്നെ പറയും. ഫോർ എക്സാമ്പിൾ ഗുഡ്സ് ഇൻവോയ്സ്ഡ് ടു ദ ബ്രാഞ്ച് അറ്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് കയറാൻ പറ്റില്ല. ഇതുവരെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ₹4,000 അത്ര പറഞ്ഞിട്ടുള്ളൂ. ഇനി പക്ഷേ സെല്ലിംഗ് പ്രൈസിനാവുമ്പം അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസിനാവുമ്പം ഗുഡ്സ് ഇൻവോയ്സ്ഡ് ടു ദ ബ്രാഞ്ച് അല്ലെങ്കിൽ സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് അല്ലെങ്കിൽ സ്റ്റോക്ക് ടു ദ ബ്രാഞ്ച് ഇൻവോയ്സ്ഡ് അല്ലെങ്കിൽ സ്റ്റോക്ക് ടു ദ ബ്രാഞ്ച്
20% സെല്ലിംഗ് പ്രൈസ് അങ്ങനെയൊക്കെ വരും. അതായത് ഇൻവോയ്സ്ഡ്, സെല്ലിംഗ് പ്രൈസ് അങ്ങനെയൊക്കെ ഓരോന്ന് അതിൻ്റെ ആ ഒരു എൻട്രീൻ്റെ ഇടയിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇൻവോയ്സ് പ്രൈസിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഗുഡ്സ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങോട്ട് ഹെഡ് ഓഫീസ് എങ്ങോട്ട് വിട്ടിട്ടുള്ളത്, ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് വിട്ടിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ അക്കൗണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്, ഈ സെയിം സാധനം തന്നെ അതിൻ്റെ അക്കൗണ്ട്. ഇതിലേക്ക് കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ എന്നുള്ളൂ. ഇതിലേക്ക് എന്ത് ചെയ്യും, കുറച്ച് ഒരു ഐറ്റംസും കൂടി കയറി വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട് പഠിച്ചപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്, നമ്മൾ പേഴ്സൻറ്റേജിനാണ് നമ്മുടെ സാധനങ്ങൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് 20% സെല്ലിംഗ് പ്രൈസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പേഴ്സൻറ്റേജ് കണക്കാക്കിയാണ്ട് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടായിക്കാണ്ട് അതിൽ സ്റ്റോക്ക് റിസർവ്, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ മേലെയും ഒരു സ്റ്റോക്ക് റിസർവ് ഉണ്ടാവും, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ മേലെയും സ്റ്റോക്ക് റിസർവ് ഉണ്ടാവും എന്ന് പറഞ്ഞാണ്ട് തൊട്ട് മുമ്പുള്ള ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് സ്റ്റോക്ക് റിസർവ് എന്നും എങ്ങനെയാണ് അത് ഉണ്ടാകേണ്ടത് എന്നുള്ളതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഹെഡ് ഓഫീസ്, ഇപ്പോൾ എന്ന് പറഞ്ഞ ഹെഡ് ഓഫീസിൽ നിന്ന് 12 രൂപ പ്രോഫിറ്റ്, അതായത് 10 രൂപേൻ്റെ സാധനം 12 രൂപ പ്രോഫിറ്റിന് ബി എന്ന് പറഞ്ഞ തൻ്റെ ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്തു. ഓക്കെ, അപ്പം ഹെഡ് ഓഫീസിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബി എന്ന് പറഞ്ഞ ബ്രാഞ്ച് എന്ത് ചെയ്തിട്ടില്ല, ആ സ്റ്റോക്ക് വിറ്റിട്ടില്ല. സ്വാഭാവികമായിട്ടും ബീൻ്റെ പ്രോഫിറ്റ് അവിടെ സൈലൻ്റ് ആണ്, ഹിഡൻ ആണ്. ബിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ആ പ്രോഫിറ്റ് എത്രയെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞ സാധനം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഇതിൻ്റെ മുന്നേ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ്ങിൽ ഡീറ്റെയിൽഡ് ആയി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഈ കോസ്റ്റ് പ്രൈസിന് സെൻഡ് ചെയ്യുന്ന ഇതേ മെത്തേഡ് തന്നെ, ഒരു മാറ്റമില്ല. അപ്പോൾ എന്തൊക്കെ നമ്മൾ നോക്കേണ്ടത്, ക്യാഷ് സെയിൽസിനാണ് ക്രെഡിറ്റ് സെയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡെപ്റ്റേഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ക്രെഡിറ്റ് സെയിലും നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡെപ്റ്റേഴ്സ് ഉണ്ടോ നോക്കണം, ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഡെപ്റ്റേഴ്സ് ഉണ്ടോ നോക്കണം, ക്ലോസിംഗ് ബാലൻസിൻ്റെ ഡെപ്റ്റേഴ്സ് ഉണ്ടോ നോക്കണം. ഇനി അഥവാ ക്ലോസിംഗ് ബാലൻസിൻ്റെ ഡെപ്റ്റേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് കണ്ടെത്തണം, അല്ലേ. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കണ്ട് ഈ ഡെപ്റ്റേഴ്സ് ആണ് കിട്ടാത്തതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ക്രെഡിറ്റ് സെയിലും കൊടുത്തിട്ട് ഈ ഡെപ്റ്റേഴ്സിനെ കണ്ടെത്തുക, തൊട്ട് മുന്നേ പറഞ്ഞ പോലെ. അതൊക്കെ നമ്മൾ ഇതിലും ചെയ്യണം, അതൊക്കെ ഇതിനും ബാധകമാണ്. പക്ഷേ ഇതിൽ കുറച്ചൊരു മാറ്റങ്ങളുണ്ടാകും. ആ മാറ്റങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതാ ഈ ഒരു, അതായത് ഈ സെയിം അക്കൗണ്ടിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്ലോസിംഗ് ബാലൻസിൻ്റെ മുകളിലായിട്ടിട്ടാണ്, ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നതാണ്. ക്ലോസിംഗ് ബാലൻസിൻ്റെ മുകളിലായിട്ടും അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിൻ്റെ മുകളിലായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ലാസ്റ്റ് ചെയ്യില്ല. അപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞൊരു സാധനം കൂടി, ഒരു ഐറ്റം കൂടി നമ്മൾ ആഡ് ചെയ്യണം. സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിങ് ഓൺ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നാണ്. അതായത് ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടാവും, 1/1/2019 ഇറങ്ങാണ്ട് സ്റ്റോക്ക് അറ്റ് 1 ജനുവരി 2019 തന്നിട്ടുണ്ടാവും. അപ്പം ഈ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ മേലെ നമുക്ക് എത്ര ലോഡിങ്, എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്ന് അറിയാനാണ് ഈ സ്റ്റോക്ക് റിസർവ് കാണുന്നത്. അതുപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് മാത്രമല്ല തന്നിട്ടുണ്ടായാലേ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ മേലെ എത്ര ലോഡിങ്, എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്ന് കാണുന്നതിനാണ് നമ്മൾ എന്ത് പറയല്, സ്റ്റോക്ക് റിസർവ് ലോഡിങ് ഓൺ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ മേലെ ഉള്ളതിന് നമ്മൾ ക്രെഡിറ്റ് സൈഡിലും, അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ മേലെയുള്ള ലോഡിങ് കാണാൻ വേണ്ടി നമ്മൾ ഡെബിറ്റ് സൈഡിലും എൻട്രീസ് പോസ്റ്റ് ചെയ്യും. ഇതെങ്ങനെ ചെയ്യലെന്നുള്ളത് പറഞ്ഞുതരാം. പിന്നെ നമ്മളെ ക്വസ്റ്റ്യനിലുള്ളൊരു എൻട്രി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഹെഡ് ഓഫീസ് ഗുഡ്സ് സെൻഡ് ചെയ്തു. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 10 രൂപേൻ്റെ പെന്ന് 12 രൂപക്കാണ് ഹെഡ് ഓഫീസ് സെൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എത്ര ലാഭം ഉണ്ട് എന്ന് കണക്കാക്കണം, എത്ര പ്രോഫിറ്റ് കിട്ടിക്കണം എന്നുള്ളത് കണക്കാക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നുള്ളതിൻ്റെ ലോഡിങ് ഓൺ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതായത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നുള്ള ഈ ഐറ്റം ശരിക്കും ഇവിടെ എഴുതിയിട്ടുണ്ടാവും നമ്മൾ ആദ്യം എത്രയാണോ എമൗണ്ട്. പക്ഷേ ആ എമൗണ്ടിൽ എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയാണ് വീണ്ടും ഒരു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് എഴുതിക്കാണ്ട് അതിൻ്റെ ലോഡിങ് എത്രയാണെന്നുള്ളത് കണ്ടെത്തുന്ന ഒരു എൻട്രിയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, 3 എൻട്രിയാണ് അഡീഷണലായിട്ട് വരൽ. ഈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആദ്യം നമ്മളിവിടെ നോർമലായിട്ട് എഴുതിയിട്ടുണ്ടാവും, അതിലെത്ര പ്രോഫിറ്റ് ഉണ്ട് എന്ന് കണ്ടെത്തുന്ന എൻട്രിയാണ്, അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷനാണ് ഇത്. പിന്നെ അതിൻ്റെ പുറമെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മളിവിടെ എഴുതിയിട്ടുണ്ടാവും, ആ ഓപ്പണിംഗ് സ്റ്റോക്കിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് കാണാനുള്ളതാണ് സ്റ്റോക്ക് റിസർവ്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ താഴെ എഴുതിയിട്ടുണ്ടാവും, ആ ക്ലോസിംഗ് സ്റ്റോക്കിൽ എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റോക്ക് റിസർവ്. ഓക്കെ, ഡൗട്ടില്ലല്ലോ. ഇനി നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യനിൽ 20% സെല്ലിംഗ് പ്രൈസ് എന്ന് മാത്രം തന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. അതായത് ഇപ്പം 1000 രൂപേൻ്റെ 20% സെല്ലിംഗ് പ്രൈസിനാണ്
ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുള്ളത് 1000 രൂപേൻ്റെ 20% സെല്ലിംഗ് പ്രൈസിനാണ് ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1000 രൂപേൻ്റെ 20% പറഞ്ഞാൽ എത്ര? 200 രൂപ അല്ലേ? അപ്പോൾ ആ 200 രൂപ എങ്ങനെ കണ്ടെത്തി വെച്ചാൽ 1000 × 20/100 നേരെ ഡയറക്റ്റായി കാണാം. പക്ഷേ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരൽ ഇങ്ങനെ കയറാം, കോസ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞ് തരും. കോസ്റ്റ് പ്ലസ് 33 1/3%. അതല്ലാന്നുണ്ടെങ്കിൽ കോസ്റ്റ് പ്ലസ് 25% എന്ന് തരും. ഒന്നെങ്കിൽ 33 1/3% എന്നോ അല്ലെങ്കിൽ 25% കോസ്റ്റ് പ്ലസ് എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ നോർമലി കാണുന്ന പോലെ ഡയറക്റ്റ് കാൽക്കുലേഷൻ അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 25% സെല്ലിംഗ് പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടാൽ മതി? 25/100 എന്ന് കണ്ടാൽ മതി. പക്ഷേ കോസ്റ്റ് പ്ലസ് 25% എന്നാണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 25/125 കാണണം. 25/125 കാണണം. അത് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ ഈ ഒരു സാധനം തന്നിട്ടുണ്ടോ നോക്കിയാൽ മതി. കോസ്റ്റ് പ്ലസ് എന്നുള്ള ഈ ഒരു സാധനം. ഓക്കെ, ക്വസ്റ്റ്യനിൽ തരാണെങ്കിൽ കോസ്റ്റ് 20% എന്നാണ്, അല്ല സെല്ലിംഗ് പ്രൈസ് 20% എന്ന് തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിക്കാണ്ട് അപ്ലൈ ചെയ്യാം. അതായത് എത്രയാണോ എമൗണ്ട് അതേ × 20/100 ചെയ്താൽ മതി. പക്ഷേ കോസ്റ്റ് പ്ലസ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഈ 2 എമൗണ്ട് തരാനാണ് സാധ്യത ഉള്ളൂ. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കാണാനുള്ളൊരു മെത്തേഡാണ് 1/4 ഓഫ് എമൗണ്ട്. അതായത് 33 1/3% ആണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയാണോ എമൗണ്ട് അതിൻ്റെ 1/4 കണ്ടാൽ മതി. അതുപോലെ 25% കോസ്റ്റ് പ്ലസ് എന്ന് നോക്കണം കേട്ടോ. കോസ്റ്റ് പ്ലസ് 25% എന്നാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്താൽ മതി? 1/5 ഓഫ് ആ എമൗണ്ട് കണ്ടാൽ മതി. ആ എമൗണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. ഇതാ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരില്ലേ? ഗുഡ്സ് ഇൻവോയ്സ്ഡ് ടു ദ ബ്രാഞ്ച് അറ്റ് സെല്ലിംഗ് പ്രൈസ് 4,80,000. അതായത് ഗുഡ്സ് ഇൻവോയ്സ് ചെയ്തിട്ടുണ്ട്, ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട് ബ്രാഞ്ചിന്. എത്ര? സെല്ലിംഗ് പ്രൈസ് 4,80,000 രൂപേൻ്റെ സെല്ലിംഗ് പ്രൈസിനാണ് എന്ത് സെൻഡ് ചെയ്തിട്ടുള്ളത്? ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തേത് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ് ഓൺ 1/4/2018 ₹24,000. അതായത് 1/4/2018 സ്റ്റോക്കിൻ്റെ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയേണ്ടി 24,000. ഈ ഇൻവോയ്സ് പ്രൈസ് അതുപോലെ തന്നെ ഇവിടെ ഇൻവോയ്സ്ഡ് സെല്ലിംഗ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് സെല്ലിംഗ് പ്രൈസിനാണ് വിറ്റിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കാം. ഈ 3 എൻട്രീസ് ഈ എൻട്രീസ് ഇവിടെ വരും എന്നുള്ളത് മനസ്സിലാക്കാം. ഈ 3 എൻട്രീസ് വരണമെന്നുണ്ടെങ്കിൽ ഈ 3നും കോസ്റ്റ് പ്രൈസ് കാണണം കേട്ടോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതാണിത്. ഗുഡ്സ് ഇൻവോയ്സ്ഡ് അറ്റ് ടു ദ ബ്രാഞ്ച്. അപ്പോൾ അതിൻ്റെ ഇൻവോയ്സ് പ്രൈസിലാണ് ഗുഡ്സ് സെൻഡ് ചെയ്തിരിക്കണമെന്ന് മനസ്സിലായി. രണ്ടാമത്തത് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ് ഓൺ 1/4/2018. ഇതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. 1/4/2018 ആണ്. 2019 ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ മേലെയും നമ്മൾ ഇൻവോയ്സ് പ്രൈസ് ആണ്, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ മേലെയും നമ്മൾ എന്താണ്? ഇൻവോയ്സ് പ്രൈസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ 3 എൻട്രികളും ഒരു നിശ്ചിത പെർസെൻറ്റേജ് പ്രോഫിറ്റ് എടുത്തിട്ടാണ് ഹെഡ് ഓഫീസ് ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് കൊടുത്തിട്ടുള്ളതെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ തുടങ്ങുമ്പോൾ ഇതൊക്കെ വരുന്ന മുന്നേ ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഗുഡ്സ് ഇൻവോയ്സ്ഡ് അറ്റ് കോസ്റ്റ് പ്ലസ് 33 1/3 വിച്ച് ഈസ് ദ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 33 1/3% ആണ്. ഓക്കെ, ഈ 33 1/3% ആണ് സെല്ലിംഗ് പ്രൈസ്. ഏത്? കോസ്റ്റ് പ്ലസ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ഹെഡ് ഓഫീസ് ബ്രാഞ്ച് അക്കൗണ്ടിന് 31 1/3% സാധനം വിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്ര? 4,80,000. 4,80,000 33 1/3 എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞത്. 33 1/3 എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിക്കണമെന്നുണ്ടെങ്കിൽ 1/4 ഓഫ് എമൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ 4,80,000 1/4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. എത്രയാണ് അതിൽ പ്രോഫിറ്റ് ഉള്ളത് എന്ന് കിട്ടി. ഓക്കെ ആണോ? പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ നോക്കി നമ്മളെ ഫോർമാറ്റ് ഇതാണ്. ഫോർമാറ്റിൽ ഒന്നാമത്തെ സ്റ്റോക്ക് റിസർവ്. നമ്മൾ ആദ്യം ആഡ് ചെയ്യേണ്ട സ്റ്റോക്ക് റിസർവാണ്. ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടല്ലോ, ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നത് നമ്മളിവിടെ ചെയ്തുട്ടാ ബാലൻസ് BD സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ 4,80,000 എവിടെ ചെയ്തും? നമ്മളിവിടെ ചെയ്തു 4,80,000. ഇതൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ 4,80,000 എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് ആഡ് ചെയ്യേണ്ടത്. ഇതും ഈ 3 എൻട്രികളും ഇതിൽ തന്നെ ഇവിടെ തന്നെ നമുക്ക് ചെയ്യാനുള്ളതാണ്. നമ്മൾ ആദ്യം സ്റ്റോക്ക് ഇറങ്ങേണ്ട 4,80,000 ഇവിടെ ചെയ്തു. അതുപോലെ തന്നെ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് ബാലൻസ് ഇവിടെ ഇൻവോയ്സ് ക്ലോസിംഗ് ബാലൻസ് 33
3/2019 എന്നുള്ള ഈ ഒരു ഇതിൻ്റെ എമൗണ്ട് നമ്മൾ എവിടെ ചെയ്തു, ഈ ലാസ്റ്റിക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ആക്കി നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് ആ കണക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതുപോലെ ഇതുപോലെ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ചെയ്താലുള്ളത് സ്റ്റോക്ക് റിസർവ്. ഓപ്പണിംഗ് സ്റ്റോക്കിൽ എത്ര പ്രോഫിറ്റാണ്. ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ തൊട്ട് മുന്നേ ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഓപ്പണിംഗ് സ്റ്റോക്ക് 48,000. എന്നിട്ട് ഇവിടെ തന്നെയാണ് ഇതിൽ നമ്മൾ സ്റ്റോക്ക് റിസർവ് എന്ന് എഴുതും. ഇതുപോലെ അതിൻ്റെ ഒരു ബാക്കി ഐറ്റംസ് ഒന്നും ഞാൻ എഴുതിയിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് റിസർവ് എന്ന് എഴുതി. നമുക്ക് ആദ്യം ഇതാണുള്ളത് സ്റ്റോക്ക് റിസർവ്. നമ്മൾ ചെയ്തു ഇവിടെ സ്റ്റോക്ക് റിസർവ് എയിൻ്റെ സ്റ്റോക്ക് റിസർവ്, അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിൽ എത്ര ലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത പെർസെൻറ്റേജ് പ്രോഫിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലോഡിങ് ഓൺ ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ള എത്ര ലോഡിങ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ 48,000 ആണ്. 4,80,000. ഈ 4,80,000 33/1/3% എന്തുണ്ട്, ലോഡിങ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം 33/1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കണക്കാക്കാം? 1/4 ഓഫ് എമൗണ്ട്. എങ്ങനെ 33/1/3 എന്ന് പറഞ്ഞാൽ 1/4 എന്നാണ്. ഈ 25% എന്ന് പറഞ്ഞാൽ 1/5 എന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ രണ്ട് എമൗണ്ട് പെർസെൻറ്റേജ് കാരം അധികം ചോദിക്കൽ. സോ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇനിയിപ്പോൾ 20% ആണ് തന്നതെന്ന് വിചാരിക്കുക. 20% കോസ്റ്റ് പ്ലസ് എന്നാണ് തന്നതെന്നുണ്ടെങ്കിൽ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് ഇൻറ്റു 20/120 ചെയ്താൽ മതി. ഇതും അങ്ങനെ ചെയ്യാം. 25% കോസ്റ്റ് പ്ലസ് എന്നാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എമൗണ്ട് ഇൻറ്റു 25/125. ഇനി 33/1/3 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 33.333 ആണ്. അങ്ങനെ പോകും. അപ്പോൾ 33 ഇങ്ങനെയാണ്. കോസ്റ്റ് പ്ലസ് 33 1/3 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് ഇൻറ്റു 33.33 ഡിവൈഡഡ് ബൈ 133.33 അങ്ങനെ കാണണം. കോസ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞാൽ കാണാം. ഒരു കോസ്റ്റും ഉണ്ട്, അതിൻ്റെ പ്ലസ് ആണ്. കോസ്റ്റിൻ്റെ കൂടെ പ്ലസ് 33% എന്നാണ്. അപ്പോൾ 100% എന്നുള്ളതിൻ്റെ പുറമെ ഒരു 33% കൂടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25/125 എന്ന് കാണാം. 33/1/3 പറഞ്ഞാൽ 33.33 ഡിവൈഡ് ബൈ 133.33 എന്ന് പറയും. അങ്ങനെ ഓക്കെ അല്ലേ? ഇത് കോസ്റ്റ് പ്ലസ് എന്ന് ക്വസ്റ്റ്യനിൽ കറക്റ്റ് തന്നാലട്ടോ. അത് ഈ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റിൽ തന്നെ ഉണ്ടാവും ഇത് കോസ്റ്റ് പ്ലസ് എന്നുള്ളത്. നേരെ മറിച്ച് അറ്റ് സെല്ലിംഗ് പ്രൈസ് എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അറ്റ് സെല്ലിംഗ് പ്രൈസ് ഓഫ് 25% എന്നാണെന്ന് വിചാരിച്ചോളൂ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ എമൗണ്ട് 1000 ആണെന്നുണ്ടെങ്കിൽ 1000 ഇൻറ്റു 25/100 ചെയ്താൽ മതി. നേരെ മറിച്ച് അറ്റ് കോസ്റ്റ് പ്ലസ് 25% സെല്ലിംഗ് പ്രൈസ് എന്നാണെങ്കിൽ ആ കോസ്റ്റ് പ്ലസ് എന്ന് തന്നു കഴിഞ്ഞാൽ 1000 രൂപയാണ് എമൗണ്ട് എന്നുണ്ടെങ്കിൽ 1000 ഇൻറ്റു 25/125 എന്ന് ചെയ്യണം. ഓക്കെ അല്ലേ? ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഗുഡ്സ് ഇൻവോയ്സ്ഡ് അറ്റ് കോസ്റ്റ് പ്ലസ് 33 1/3 എന്നാണ്. അപ്പോൾ എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 4,04,80,000. അപ്പോൾ 4,80,000 ഇൻറ്റു 4,80,000 ഇൻറ്റു 33 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക? ഇത് ഇൻറ്റു 1/4 ചെയ്താൽ മതി. 4,80,000 ഇൻറ്റു 1/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1,20,000 കിട്ടും. ഇതാണ് ഓപ്പണിങ്ങിൻ്റെ, അതായത് ഓപ്പണിംഗ് സ്റ്റോക്കായ 4,80,000 എത്രയാണ്? 1,20,000 നമുക്ക് എന്തുണ്ട് എന്നാണ് പറയേണ്ടത്? പ്രോഫിറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ ലോഡിങ് ചാർജ് അത്രയാണെന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ നോക്കാം. സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് 4,80,000 അല്ല, അത് ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ല. ഇതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് കേട്ടോ. ഇത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 24,000 ആണ്. അപ്പോൾ 24,000 ഇൻറ്റു 24,000 ഇൻറ്റു 1/4. അപ്പം 24,000 രൂപേൻ്റെ സ്റ്റോക്കാണ് അവിടെ ഓപ്പണിങ്ങിലുള്ളത്. അപ്പോൾ ആ 24,000 ഇൻറ്റു 1/4 ചെയ്യുമ്പോൾ നമുക്ക് 6,000 കിട്ടും. ഈ 6,000 ആണ് 24,000 24,000 എന്തുള്ളത് സ്റ്റോക്കിലുള്ള ലോഡിങ് ചാർജ്. ഇനി അടുത്തത് നമ്മൾ നോക്കാനുള്ളതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ വരും. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഈ സൈഡിൽ വരും. ക്ലോസിംഗ് സ്റ്റോക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ വരും. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോക്ക് റിസർവ് എന്നാണ് ഇതിൽ. സ്റ്റോക്ക് റിസർവ്. ഓക്കെ, ഇതിലെഴുതിക്കണുണ്ട് സ്റ്റോക്ക് റിസർവ്. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വരും, ഇവിടെ എന്ത് വരും? ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വരും. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് എത്ര വരുന്നത്? ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യനിലൂടെ ക്ലോസിംഗ് സ്റ്റോക്ക് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ് ഓൺ 31 March 2019. അതാണ്, അതായത് 2018 ഓപ്പണിംഗ് സ്റ്റോക്കാണ്
2018 ഓപ്പണിംഗ് സ്റ്റോക്കാണ്, 2019 എന്താണ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത് 4,80,000 48,000 48,000 ആണ്. 48,000 കാണേണ്ടത്. അപ്പോൾ നമ്മൾ 48,000 ഇൻറ്റു 1/4 കാണുക. 48,000 ഇൻറ്റു 1/4 കാണുമ്പോൾ നമുക്ക് 12,000 കിട്ടും, 12,000 കിട്ടും. ഓക്കെ അല്ലേ? 12,000 കിട്ടും. ഇനി ഇതിൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 6,000 കിട്ടി. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര വരുന്നത്? ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 24,000 ആണ്. അപ്പം 24,000 ഇൻറ്റു 1/4. ഈ 1/4 എന്ന് ചെയ്യാൻ കാരണം 33 ഇൻറ്റു 1/3 ആയതുകൊണ്ടാണ്. ഇവിടെ 25% എന്നുണ്ടെങ്കിൽ നമ്മൾ 1/5 ചെയ്യൽ. അത് നോക്കി വെക്കണം, അത് മനസ്സിലാക്കിയാൽ മതി. ആ എമൗണ്ട് ഇൻറ്റു 1/5 ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ തന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതായത് ഗുഡ്സ് ബ്രാഞ്ചിന്, അതായത് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട്. അത് എത്രയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഗുഡ്സ് ബ്രാഞ്ചിന് സെൻഡ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും എത്ര എമൗണ്ടിനാണ്? 4,80,000 സെൻഡ് ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും നമ്മളെവിടെ ചെയ്തല്ലേ? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിന് എഴുതിക്കാണ്ട് ആദ്യം നമ്മൾ 4,80,000 എന്നുള്ള ആദ്യത്തെ എമൗണ്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഈ 4,80,000 എത്ര പ്രോഫിറ്റ്, എത്ര ലോഡിങ് ഉണ്ട് എന്നുള്ളത് അറിയാനാണ് നമ്മൾ വീണ്ടും അടുത്തത് ചെയ്തിട്ടുണ്ട് ഈ എൻട്രി. അപ്പോൾ എന്ത് ചെയ്യുക? 4,80,000 ഇൻറ്റു 1/4 ആണ്. അതായത് 33 1/3 പറഞ്ഞാൽ 1/4 ആണ്, 1/4 ആണ്. സോ നമുക്ക് ആൻസർ എത്ര കിട്ടും? 1,20,000 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഇൻവോയ്സ് പ്രൈസിന് അല്ലെങ്കിൽ ലോഡഡ് പ്രൈസിന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഡീഷണലായിട്ട് നമ്മൾ എഴുതേണ്ട കുറച്ച് കണക്കുകളാണ്, എൻട്രീസാണ്. ഏതൊക്കെ? സ്റ്റോക്ക് റിസർവ്, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് റിസർവ്, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് റിസർവ്, അതുപോലെ തന്നെ ഗുഡ് സെൻഡ് ടു ബ്രാഞ്ചിലുള്ള എത്ര ലോഡിങ് എമൗണ്ട് ഉണ്ട് എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ കുറച്ചും കൂടി ക്ലിയർ ആവും.